ഹായ്, ഈ ഐബ്രോസ് നോക്കിക്കേ. നല്ല ഡാർക്കായിട്ട് തിക്കായിട്ടിരിക്കുന്ന ഐബ്രോസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എന്നാൽ ഇതാണ് എൻ്റെ റിയൽ ആയിട്ടുള്ള അപ്പോൾ ഇതുപോലുള്ള ഐബ്രോസിനെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ആക്കിയത് എന്ന് നോക്കാം. ഇത് ജെൽ ലൈനറാണ്. ബ്ലാക്കും ബ്രൗണും ഉണ്ട്. അതുപോലെ തന്നെ ബ്രൗണും ബ്ലാക്കും കളറിലുള്ള ഐബ്രോ പെൻസിലും ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഐബ്രോസിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ഔട്ടർ ലൈൻ വരച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരൊറ്റ വരയായിട്ട് വരയ്ക്കാൻ പാടില്ല. എന്നിട്ട് ആ ഔട്ടർ ലൈൻ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഗ്യാപ്പുള്ളിടം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ് പോർഷനിൽ നമ്മളിത് വരയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ പെൻസിലിൻ്റെ എൻഡിലുള്ള ഒരു സ്പൂലി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോഡക്റ്റ് അധികം ഉണ്ടെങ്കിൽ അത് ഈവനായിട്ട് സ്പ്രെഡ് ആവും. നോക്കിക്കേ, ഇപ്പോൾ തന്നെ ഡിഫറൻസ് നോക്കി, എന്ത് സിമ്പിളായിട്ട്. ഇനി നമുക്ക് ജെൽ ലൈനർ വെച്ചിട്ട് അപ്പുറത്തെ ഐബ്രോസ് ഒന്ന് വരച്ച് നോക്കാം. എന്താണ് ഡിഫറൻസ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരിക്കലും ബ്ലാക്കും ബ്രൗണും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. രണ്ടും കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യാറുള്ളത്. ബ്ലാക്ക് മാത്രം യൂസ് ചെയ്താൽ നമുക്കൊരു കുഞ്ഞാവയ്ക്ക് കരയെഴുതിയ ഒരു ലുക്ക് വരും. അതുകൊണ്ട് ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കാറുള്ളത്. നമുക്ക് ഈ ഐബ്രോ ബ്രഷ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഒരു സ്ലാൻഡിങ് ഉള്ള ബ്രഷാണ് ഈ ഐബ്രോ ബ്രഷ്. അപ്പോൾ അത് വെച്ചിട്ട് ഹൈറ്റുള്ള പോർഷൻ നമ്മുടെ അകത്തെ പോർഷനിൽ സ്റ്റാർട്ടിങ് പോർഷനിലോട്ട് വെച്ചിട്ട് സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതുപോലെ നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. അതും ഔട്ടർ ലൈൻ അപ്പുറത്ത് വരച്ചതുപോലെ തന്നെയാണ് ഇവിടെയും ഔട്ടർ ലൈൻ കൊടുക്കുക. ഫസ്റ്റ് അപ്പർ ഭാഗത്തും ലോവർ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ ലൈൻ വരയ്ക്കുക. അതിനുശേഷം അതിനെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐബ്രോസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഹെയർ ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് പോർഷനിൽ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ പാടില്ല. എൻഡ് പോർഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ബാലൻസ് പ്രോഡക്റ്റ് മാത്രമേ മുന്നിലേക്കോട്ടുള്ള അല്ലെങ്കിൽ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ചെയ്യാം. എന്നിട്ട് സ്പൂലി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എത്ര സിമ്പിളായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞെന്ന് നോക്കിക്കേ. ഇതാണ് നമുക്ക് തിന്നായിട്ടുള്ള ഐബ്രോസ് അല്ലെങ്കിൽ കളർ കുറഞ്ഞിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്ക് മൈക്രോ ബ്ലേഡിങ് അല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നോക്കൂ, ഇതാണ് എൻ്റെ ഐബ്രോയുടെ സീക്രട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.